2018 ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മളെല്ലാം ഉലച്ചു കളഞ്ഞ ആ മഹാപ്രളയം ഉണ്ടായത് കേരളം ഇതുവരെ മറന്നിട്ടുണ്ടാവില്ല. ആ ഒരു ആഘാതത്തിൽ നിന്നും കേരളം ഇതുവരെ വിട്ടുമാറിയിട്ടുമില്ല. അതുവരെ പ്രളയം എന്താണെന്നറിയാത്ത, കണ്ടിട്ടില്ലാത്ത പുതുതലമുറയിൽപ്പെട്ട എല്ലാവർക്കും അടക്കം അന്ന് ആ പ്രകൃതിയുടെ താണ്ഡവം കണ്ട് നടുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ഭയന്നുപോയി. ഏറെക്കാലം അതിൻ്റെ യാതനകൾ നമ്മളെല്ലാവരും അനുഭവിച്ചു. നമുക്കൊപ്പം ഉണ്ടായിരുന്ന പല പ്രിയപ്പെട്ടവരും മണ്ണോട് മണ്ണടിഞ്ഞു പോയി. പലർക്കും ഇപ്പോഴും നികത്താൻ കഴിയാത്ത വലിയ നഷ്ടങ്ങളാണ് ബിസിനസ്സിലും സ്വന്തം വീട് തകർന്നതിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഒന്നും കൂടാതെ സ്വന്തം കുടുംബത്തിലെ പലരും ഇന്ന് കണ്ടെത്താൻ പോലും കഴിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ടും ഒറ്റക്കെട്ടായി നിന്ന് കേരളം തിരിച്ചു വന്നു, പിടിച്ചു നിന്നു, മുന്നോട്ട് വന്നു. ഇപ്പോൾ വീണ്ടും ഒരു ഓഗസ്റ്റ് മാസത്തിൽ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോകുമ്പോൾ എന്നുള്ള ഭയത്താൽ മലയാളി വീണ്ടും പേടിച്ച് വിറയ്ക്കുകയാണ്. കാരണം 2018 പ്രളയകാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ചെയ്ത്താണ് പെയ്തിറങ്ങുന്നത്. ദുരിതത്തിൻ്റെ വ്യാപ്തി കൂട്ടി സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇതുവരെ 15 ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത്. 7 പേരെ ഇപ്പോഴും കാണാതായിരിക്കുന്നു. കാണാതായവർക്കായി വിവിധയിടങ്ങളിൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുമുണ്ട്. സംസ്ഥാനത്ത് കാലാവസ്ഥ പൂർണ്ണമായും പ്രവചനാതീതമായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ 125 മില്ലി ലിറ്ററിന് മുകളിലാണ് അതിതീവ്ര മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ടുള്ളത്. ഇപ്പോഴിതാ പുറത്തു വരുന്ന പുതിയ വിവരമനുസരിച്ച് പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് കൂടുതലായുള്ള പ്രശ്നങ്ങളുള്ളതെന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. വരുന്ന ഓഗസ്റ്റ് 7 വരെ സംസ്ഥാനത്ത് ഇതേ രീതിയിൽ ഇതേ ശക്തിയിൽ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതിനാൽ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും അതിന് സമാനമായ അതിതീവ്ര ജാഗ്രത പൊതുജനങ്ങൾ സ്വയം പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുമുണ്ട്. മഴ ഇങ്ങനെ പേമാരി പോലെ പെയ്തിറങ്ങുന്നതോടെ ഡാമുകളുടെ സ്ഥിതി അതുപോലെ തന്നെ ഭീതിജനകമാവുകയാണ്. KSEBിയുടെ പ്രധാനപ്പെട്ട 6 ഡാമുകളിൽ ജലനിരപ്പ് പരമാവധിയിലെത്തി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചും കഴിഞ്ഞു. മുഴിയാർ, കല്ലാർക്കുടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റിയാടി ഡാമുകളിലാണ് റെഡ് അലർട്ട് വന്നിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ 11 ജലസേചന അണക്കെട്ടുകളിൽ നിന്നും നിയന്ത്രിത അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഇടുക്കി മലങ്കര ഡാമിൽ റെഡ് അലർട്ടും തിരുവനന്തപുരം, നെയ്യാറ്, പാലക്കാട്, മംഗലം ഡാമുകളിൽ ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നാടൊട്ടുക്കും പ്രളയഭീതി പടർന്നു പിടിക്കുകയാണ്. പാലയും പത്തനംതിട്ടയും റാന്നിയും ഈരാട്ടുപേട്ടയും അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ ഞൊടിയിട കൊണ്ട് വെള്ളപ്പൊക്കത്തിനടിയിലാവുന്ന സാഹചര്യമുണ്ടായി. ബഹുനില കെട്ടിടങ്ങൾ മുങ്ങിത്താഴ്ന്നു. വീടുകൾ പരിപൂർണമായി വെള്ളത്തിനടിയിലാകുന്നു. നമ്മുടെ രക്ഷകരായ മത്സ്യത്തൊഴിലാളികൾ ബോട്ടുകളുമായി അടിയന്തര രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങുന്നു. ഫയർഫോഴ്സും അതുപോലെ പോലീസും തലങ്ങും വിലങ്ങും ചീറിപ്പായുന്നു. പലയിടങ്ങളിലും വൈദ്യുതി നഷ്ടപ്പെട്ടിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്ത് ഏതാണ്ട് 65ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. 17 വീടുകൾ പൂർണ്ണമായി തകർന്നു. 127 വീടുകൾ ഭാഗികമായി തകർന്നു. കണ്ണൂരിലെ ആലക്കോടിന് സമീപമുള്ള ഒരു മലയിടിഞ്ഞ് താഴേക്ക് പോകുന്നതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുകയാണ്. കോട്ടയം കുമളി റൂട്ടിലും പത്തനംതിട്ടയിലൂടെയും ഇടുക്കി ജില്ലയിലൂടെയും മലയോര മേഖലകളിലും വൻതോതിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നു. മഴവെള്ളത്തേക്കാൾ വിനാശകരമായ പ്രകരശേഷിയോടെയാണ് ഈ ഉരുൾപൊട്ടലുകൾ നാശം വിതയ്ക്കുന്നത്. ഇതിനിടയിലാണ് ഒട്ടും ആശ്വാസം നൽകാത്ത അതിലേറെ ഭീതിജനകമായ പുതിയ വിവരങ്ങൾ കൂടി മലപ്പുറം പാണക്കാട് നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. പാണക്കാട് PK കുഞ്ഞാലിക്കുട്ടിയുടെ വീടിൻ്റെ കേവലം 100 മീറ്റർ മാത്രം അകലെ മലപ്പുറം പരപ്പനങ്ങാടി സംസ്ഥാന പാതയോരത്ത് അതിഭീകരമായ രീതിയിൽ വൻ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. അപകടത്തിന് തൊട്ട് മുമ്പാണ് ലീഗ് നേതാവ് അതുപോലെ തന്നെ മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി ഈ വഴി കടന്നുപോയതും. പ്രദേശം അപകടാവസ്ഥയിലാണെന്ന് ജനങ്ങൾ അദ്ദേഹത്തോട് ആശങ്ക അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ നിമിഷങ്ങൾക്കകം വലിയൊരു മഴ പോലും ഇല്ലാത്ത സമയത്ത് ഒരു മുന്നറിയിപ്പുമില്ലാതെ തെങ്ങും കൂറ്റൻ മൺതിട്ടയും റോഡിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു. തത്സമയ വിവരങ്ങൾ ശേഖരിക്കാനും ദൃശ്യങ്ങൾ പകർത്തി ജനങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിച്ച മാധ്യമപ്രവർത്തകർ പോലും ഈ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി. ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ കുന്നിടിച്ചിൽപ്പെട്ട് കൈരളി TVയുടെ ക്യാമറമാൻ ജയേഷിന് വൻതോതിൽ മണ്ണിലടിയിൽപ്പെട്ട് അപകടമുണ്ടായി. ആ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കണ്ടുവരാം. ഇപ്പം നമ്മൾ കണ്ട ഈ നടക്കുന്ന ദൃശ്യങ്ങളിൽ മാധ്യമപ്രവർത്തകരടക്കം ഓടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ മാധ്യമപ്രവർത്തകനായ ജയേഷിൻ്റെ ബാക്ക് പാക്കും
അതുപോലെ ക്യാമറയും ഒക്കെ മണ്ണിലടിപ്പെട്ട് പൂർണ്ണമായി തകർന്നു പോയി. 24 ന്യൂസ്, റിപ്പോർട്ടർ ചാനൽ, അതുപോലെ മാതൃഭൂമി, മനോരമ അടങ്ങി അങ്ങനെയുള്ള എല്ലാ ചാനലുകളും അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളുമൊക്കെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് വലിയൊരു ദുരന്തത്തിൽ നിന്നും തലനാടിലേക്ക് രക്ഷപ്പെട്ടത്. എന്നാൽ ഈ ഭീകരമായ അപകടത്തിന് പിന്നിൽ കൃത്യമായ മനുഷ്യനിർമ്മിത അനാസ്ഥയുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന പരാതികളും വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. ഒരു സ്വകാര്യ വ്യക്തി ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിനായി JCB ഉപയോഗിച്ച് നടത്തിയ അനധികൃത മണ്ണെടുപ്പാണ് ഈ മണ്ണിനടിയിൽ അല്ലെങ്കിൽ ഈ മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. നഗരസഭയോ ജിയോളജി വകുപ്പോ റവന്യൂ അധികൃതരോ ഇതിനൊരു അനുമതി നൽകിയിട്ടില്ല എന്ന് നഗരസഭ അധ്യക്ഷയും വ്യക്തമാക്കി കഴിഞ്ഞു. 2019 സമാനമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായ പരിസ്ഥിതി ലോലമായ ഈ പ്രദേശത്താണ് ഈ കൊടും ചതി തന്നെ നടന്നിരിക്കുന്നത്. തൊട്ട് മുകളിലുള്ള സ്ട്രേറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ കേവലം 150 മീറ്റർ മാത്രം താഴെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. സ്കൂൾ കെട്ടിടത്തിന് താഴെയും ഇപ്പോൾ മണ്ണിടിഞ്ഞ് തുടങ്ങിയിട്ടുമുണ്ട്. അവധിയായതിനാൽ ഹോസ്റ്റലിൽ നിന്നുള്ള കുട്ടികളെ കൃത്യസമയത്ത് മാറ്റിപ്പാർപ്പിച്ചതുകൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത്. നിലവിൽ സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട്. കോഴിച്ചനയിൽ നിന്നുള്ള 10 അംഗ NDRF സംഘം സ്ഥലത്തെത്തിയിട്ടുമുണ്ട്. ഫയർഫോഴ്സും പോലീസും സബ് കളക്ടറും നഗരസഭ അധികൃതരും സ്ഥലത്ത് തന്നെയുണ്ട്. വലിയ തോതിൽ വന്നടിഞ്ഞ മണ്ണും ചെളിയുമെല്ലാം നീക്കം ചെയ്യുന്നതിനായി JCBകൾ എത്തിച്ചിട്ടുണ്ടെങ്കിലും റോഡിലെ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ മണിക്കൂറുകൾ വേണ്ടിവരും. നിലവിൽ അപകട മേഖലയിലേക്ക് ആളുകൾ വരാതിരിക്കാൻ വടം കെട്ടി തടഞ്ഞിരിക്കുക കൂടിയാണ്. കോണമ്പാറ വഴിയും ഒതുക്കുങ്ങൽ വഴിയുമാണ് ഇപ്പോൾ മലപ്പുറത്തേക്ക് വാഹനങ്ങൾ തിരിച്ചുവിട്ടിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമഴ ഉരുൾപൊട്ടലിൻ്റെ വേദനയിൽ നിന്നും നമ്മളെപ്പോഴും, അതായത് ഈ സമയത്ത് പോലും നമ്മൾ കരകയറിയിട്ടില്ല. അതേ ദുരന്തങ്ങൾ ആവർത്തിക്കുമോ എന്നുള്ള ഭീതിയിലാണ് പ്രകൃതിയുടെ ഈ ഉറഞ്ഞുതുള്ളൽ കാണുമ്പോൾ ജനങ്ങളെല്ലാവർക്കും. ഓഫ് റോഡ് വാഹനങ്ങൾ പോലും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ കുറഞ്ഞപ്പോൾ തന്നെ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇത് 2018 വലിയൊരു പ്രളയത്തിൻ്റെ സൂചനയാണോ ഇതെന്ന്. അന്ന് അർദ്ധരാത്രി പെയ്ത മഴ കണ്ട് പാലായും റാന്നിയും പത്തനംതിട്ടയും മുങ്ങി. ഒപ്പം തന്നെ ഓണക്കച്ചവടത്തിൻ്റെ 75-80 ലക്ഷം രൂപ മുടക്കി സ്റ്റോക്ക് ചെയ്ത കടകളിലെ സാധനങ്ങൾ മാറ്റാൻ പോലും സമയം കിട്ടുന്നതിന് മുന്നേ മീനച്ചിലാർ കുത്തിയൊഴുകി കടകളിലേക്ക് എത്തിക്കുകയായിരുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇടുക്കി, മൂന്നാർ, വാഗമൺ മേഖലകളിൽ അവധി ആഘോഷിക്കാൻ പോയ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. അതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളിൽ പ്രവേശനം നിരോധിക്കുകയും ചെയ്തു. മലയോര മേഖലകളിൽ രാത്രിയാത്ര പൂർണ്ണമായി നിരോധനവും വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാരിൻ്റെയും ദുരന്ത നിവാരണ സേനയുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പൂർണ്ണമായും പാലിച്ചേ മതിയാകൂ. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും, മരം വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ഉടൻ മാറി താമസിക്കണം. ഇപ്പോഴത്തെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കം പറയുന്നത് താഴെ വെള്ളം കയറിൽ ആൾക്കാർ മുകളിലത്തെ നിലയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് ശരിയല്ല, അത് ഒഴിവാക്കണം. എത്രയും വേഗം അത്തരത്തിലുള്ള പ്രദേശങ്ങൾ, അതായത് അപകട മേഖലാ പ്രദേശങ്ങളിൽ നിന്നും നിങ്ങൾ ക്യാമ്പിലേക്ക് മാറണമെന്ന് VD സതീശൻ അടക്കമുള്ളവർ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കാരണം ഇവരിൽ പലരും നമ്മുടെ ആൾക്കാരാണ്. അവർ പലരും താഴെ വെള്ളം കയറിൽ നേരെ ടെറസിലേക്ക് പോകാം, അല്ലെങ്കിൽ മുകളിലത്തെ നിലയ്ക്കിലേക്ക് പോകാം എന്നുള്ള ഈ അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അവർ കരുതുന്നത് താഴെയിലെ വെള്ളമുള്ളൂ, മേളിൽ നിൽക്കാൻ കുഴപ്പമില്ല എന്ന തരത്തിലാണ് അവർ സംസാരിക്കുന്നത്. എന്നാൽ താഴെ വെള്ളം കയറിയ പിന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ദയവായി എല്ലാവരും ഈ പ്രശ്നബാധ മേഖലകളിൽ നിന്നും എത്രയും വേഗം ക്യാമ്പുകളിലേക്ക് താമസം മാറ്റേണ്ടതാണ്. നമ്മൾ ഈ വിഷയവും അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യവും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മളാണ് ആദ്യം ഉറപ്പിക്കേണ്ടത്. ഓഫ് റോഡ് വാഹനങ്ങൾ അടക്കമുള്ളവർ, അതായത് ഓഫ് റോഡ് വാഹനം കയ്യിലുണ്ടെന്ന് കരുതി അതായത് അമിതമായ ആവേശം കാണിച്ച് വെള്ളക്കെട്ടുകളിലേക്ക് പാഞ്ഞു കയറരുത്. ദുരന്ത മേഖല കാണാൻ ടൂറിസ്റ്റുകളെ പോലെ ആരും ഇറങ്ങി പുറപ്പെടുകയും ചെയ്യരുത്. അത് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ബാധിക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യും. വീടുകളിൽ തനിച്ചുള്ള വൃദ്ധരായ മാതാപിതാക്കളുടെ സുരക്ഷ അയൽവാസികൾ ഉറപ്പാക്കണം. അതിനൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ കെട്ടെങ്കിലും ഒന്ന് അഴിച്ചു വിടണം. കാരണം അവർക്ക് നമ്മളെ പോലെ പറയാനോ അല്ലെങ്കിൽ ഓടാനുള്ള കഴിവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരെ നമ്മൾ തന്നെ നോക്കണം, അവരെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ദയവായി ആ കയറുകളെങ്കിലും അഴിച്ചു വിട്ടിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് ഇതെല്ലാം ഭയത്തോടെ അല്ല നമ്മൾ കാണേണ്ടത്, കടുത്ത ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയമാണ്. ഒന്നിച്ചു നിന്ന് പ്രതിസന്ധി നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. നമ്മൾ അതിജീവനത്തിൽ പോരാടിയവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിനെയും, ഇതിനിടയിലും ചില രാഷ്ട്രീയ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ അതായത് ഈ പറഞ്ഞ പ്രളയത്തെ അതിജീവിക്കുന്നതിനൊപ്പം തന്നെ ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയവും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും.